സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പലവിധത്തിലുള്ള സൗന്ദര്യവർദ്ധക രീതികൾ ഇന്ന് നിലവിലുണ്ട്. ഫേഷ്യലുകൾ അതിൽ സർവ്വസാധാരണമായ കാര്യമാണ്. ഫേഷ്യലുകൾ തന്നെ പലവിധമുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പരീക്ഷിക്കുന്നത് അല്പം അപകടം പിടിച്ച പണിയാണ്. ന്യൂ മെക്സിക്കോയിൽ പ്രവർത്തിക്കുന്ന ലൈസൻസ് ഇല്ലാത്ത മെഡിക്കൽ സ്പായിൽ നിന്ന് ഏറെ പ്രശസ്തമായ വാമ്പയർ ഫേഷ്യൽ ചെയ്ത 3 സ്ത്രീകൾക്ക് HIV പിടിപെട്ടതായി അടുത്തിടെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കോസ്മെറ്റിക് ഇഞ്ചക്ഷനെ തുടർന്ന് HIV പിടിപെടുന്ന ആദ്യ സംഭവമാണിത്. ന്യൂ മെക്സിക്കോയിലെ ഒരു മെഡിക്കൽ സ്പായിൽ നിന്ന് വാമ്പയർ ഫേഷ്യൽ ചെയ്ത 3 സ്ത്രീകൾക്ക് HIV ബാധിച്ചതായി US സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. 2018 മുതൽ 2023 വരെ ക്ലിനിക്കിൽ നടത്തിയ അന്വേഷണത്തിൽ ഒറ്റത്തവണ മാത്രം ഉപയോഗത്തിനായി ഉദ്ദേശിച്ചിട്ടുള്ള ഡിസ്പോസിബിൾ ഉപകരണങ്ങൾ വീണ്ടും ഉപയോഗിച്ചതായി തെളിഞ്ഞതായി DCC റിപ്പോർട്ട് പറയുന്നു. 2018 ന്യൂ മെക്സിക്കോയിലെ ആരോഗ്യ വിഭാഗം സ്പായെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചത്. അപകട സാധ്യതയുള്ള ഘടകങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും 40 വയസ്സുള്ള സ്ത്രീക്ക് HIV ബാധിച്ചതായുള്ള റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് അന്വേഷണം തുടങ്ങിയത്. ഈ ക്ലിനിക്കിൽ വെച്ച് സിറിഞ്ച് ഉപയോഗിച്ചുള്ള ഒരു ചികിത്സ ഇവർ ചെയ്തിരുന്നു. അതേ വർഷം തന്നെ ഇവിടെ നിന്ന് വാമ്പയർ ഫേഷ്യൽ ചെയ്ത മധ്യവയസ്കരായ 2 സ്ത്രീകൾക്കാണ് HIV ബാധ റിപ്പോർട്ട് ചെയ്തത്. അതിൽ ഒരാളുടെ അണുബാധ 2019 രോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. രണ്ടാമത്തെയാളുടെ അണുബാധ കണ്ടെത്തിയതാകട്ടെ 2023 കടുത്ത ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയതോടെയാണ്. 40 മുതൽ 60 വയസ്സുവരെ പ്രായമുള്ളവരാണ് രോഗികളെന്ന് DCC റിപ്പോർട്ട് ചെയ്തു. സ്പായിലെ അടുക്കളയിലും റെഫ്രിജറേറ്ററിലും ഭക്ഷണത്തിനും കുത്തിവെപ്പ് ഉപകരണങ്ങൾക്കും അടുത്തായി ലേബൽ ചെയ്യാത്ത ബ്ലഡ് ട്യൂബുകളുടെ ഒരു റാക്ക് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിനു പുറമെ ഡ്രോയറുകളിലും കൗണ്ടറുകളിലും ചവറ്റുകുട്ടകളിൽ ഉപേക്ഷിച്ച നിലയിലും പൊതിയാത്ത നിലയിൽ സിറിഞ്ചുകളും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അന്വേഷണം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ സ്പാ അടച്ചുപൂട്ടിയെന്ന് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ലൈസൻസ് ഇല്ലാതെ ചികിത്സ നടത്തിയതുൾപ്പെടെ 5 കുറ്റങ്ങൾക്ക് സ്പായുടെ ഉടമയും 60-കാരിയുമായ മരിയ റാമോസ് ടി റൂയിസിനെ പ്രോസിക്യൂട്ട് ചെയ്തു. 3.5 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് അവർ വിധിക്കപ്പെട്ടു. സ്പായിൽ ജോലി ചെയ്തിരുന്ന 59 സഹായികൾക്കും വാമ്പയർ ഫേഷ്യൽ ചെയ്ത 20 പേർക്കും HIV പിടിപെടാനുള്ള സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്താണ് വാമ്പയർ ഫേഷ്യൽ? പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഫേഷ്യൽ എന്നും അറിയപ്പെടുന്ന വാമ്പയർ ഫേഷ്യൽ ഒരു സൗന്ദര്യവർദ്ധക മാർഗമാണ്. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നെടുക്കുന്ന രക്തം മുഖത്ത് കുത്തിവെച്ച് നടത്തുന്ന ഫേഷ്യലാണിത്. ചർമ്മകോശങ്ങളെ ഉത്തേജിപ്പിക്കാൻ ഈ രീതിയിലുള്ള പ്രക്രിയയ്ക്ക് കഴിയുമെന്ന് കരുതപ്പെടുന്നതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ചർമ്മത്തിന്റെ ഘടന മെച്ചപ്പെടുത്താനും മുഖത്തെ നേർത്ത വരകളും ചുളിവുകളും കുറയ്ക്കാനും മൊത്തത്തിലുള്ള ചർമ്മത്തിന്റെ നിറത്തിന് തിളക്കം നൽകാനും കഴിയുമെന്ന് റിപ്പോർട്ട് അവകാശപ്പെടുന്നു. കിം കർദിഷിയാനെ പോലുള്ള സെലിബ്രിറ്റികൾക്കിടയിൽ ഈ ഫേഷ്യൽ പ്രശസ്തമാണ്. വാമ്പയർ ഫേഷ്യലുകളിൽ വളർച്ചാ ഘടകങ്ങൾ അടങ്ങിയ പ്ലേറ്റ്ലെറ്റുകൾ കൊളാജൻ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുകയും ടിഷ്യൂ മെച്ചപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുകയും ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുമെന്ന് NDTVയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പ്രോട്ടീനുകളാൽ സമ്പുഷ്ടമായ പ്ലാസ്മ വേർതിരിച്ചെടുക്കാൻ രക്തം ഒരു സെൻട്രിഫ്യൂജിൽ വയ്ക്കുകയും അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റുകൾ വേർതിരിച്ചെടുത്ത വാമ്പയർ ഫേഷ്യലിനായി ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത്. വാമ്പയർ ചെയ്യുന്നയാളുടെ സ്വന്തം രക്തം തന്നെ ഉപയോഗിക്കുന്നതിനാൽ ഇത് സുരക്ഷിതവും കൂടുതൽ ഫലപ്രദവുമാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ രക്തം ഉപയോഗിച്ചുള്ള രീതിയായതിനാൽ അപകട സാധ്യത ഏറിയതുമാണ്. അതിനാൽ പരിചയസമ്പന്നരായ ലൈസൻസ് ഉള്ള ത്വക്ക് രോഗ വിദഗ്ധരുടെയോ പ്ലാസ്റ്റിക് സർജന്റെയോ സഹായത്തോടു കൂടി മാത്രമേ ഇത് ചെയ്യാവൂ എന്നും നിർദ്ദേശിക്കുന്നു. ഫേഷ്യൽ ചെയ്തതിനു ശേഷം ചിലപ്പോൾ വേദനയോ നീരോ അനുഭവപ്പെടാൻ ഇടയുണ്ട്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം ഇത് അപ്രത്യക്ഷമാകും. 4 ആഴ്ച ഇടവിട്ട് 6 വാമ്പയർ ഫേഷ്യൽ ചെയ്യുന്നതാണ് ഏറ്റവും മികച്ച ഫലം നൽകുകയെന്ന് ത്വക്ക് രോഗ വിദഗ്ധനും നിക്കോളാസ് MDയുടെ സ്ഥാപകനുമായ ഡോക്ടർ കിം നിക്കോളാസ് പറഞ്ഞു. മുഖത്ത് ചുളിവുകൾ, മുഖക്കുരു പാടുകൾ, മറ്റ് ചർമ്മ പ്രശ്നങ്ങളുള്ളവർ എന്നിവർക്ക് വാമ്പയർ ഫേഷ്യൽ തിരഞ്ഞെടുക്കാമെന്ന് US ടുഡേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.